സൂര്യന് താഴെയുള്ള ഏത് വിഷയത്തെപ്പറ്റിയും അഭിപ്രായങ്ങൾ വളരെ ഉച്ചത്തിൽ പറയുന്ന, ചിലപ്പോഴൊക്കെ കോമാളി വേഷം കെട്ടി നമ്മൾ രസിപ്പിക്കുന്ന ഒരു താരമാണ് തന്ത്രി ശ്രീ രാഹുൽ ഈശ്വരരു. ഇപ്പോൾ അദ്ദേഹത്തിന് പുതുതായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്, അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസമൊക്കെ അനുഷ്ഠിച്ചിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ ഒരു ടിക്കറ്റ് വേണം പത്തനംതിട്ടയിൽ നിന്ന്. പറ്റുമെങ്കിൽ വീണ ജോർജിനെതിരായിട്ട് തന്നെ മത്സരിക്കാനാണ് പുള്ളിക്കാരൻ്റെ താല്പര്യം. അദ്ദേഹത്തിൻ്റെ ഒരു ക്രെഡിബിളായിട്ട് പറയുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ ദേശീയ പതാകയുടെ 3 നിറങ്ങൾ പതിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അത് കോൺഗ്രസിൻ്റെ നിറമൊന്നും പറയാം, NCPയുടെ നിറമെന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏകദേശം 10-12ഓളം പാർട്ടികൾക്ക് അവരുടെ പതാകയിൽ നിറമൊക്കെ ഉണ്ട്. പിന്നെ ഇന്ത്യയുടെ നിറവും കൂടെയാണ്. അപ്പം ശ്രീ കണ്ഠരര് ഈശ്വരരുടെ വിശേഷങ്ങൾ, രാഹുൽ ഈശ്വരരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ രാഹുൽ ജയിലിൽ കിടന്നത് ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വന്ന ഒരു പ്രതികരണത്തിന്റെ പേരിലാണ് രാഹുൽ എന്നുള്ള പേര് തന്നെ ആകെ ഒരു പ്രശ്നമാണ്. രാഹുൽ ഗാന്ധി ഒരു പ്രശ്നമാണ്, രാഹുൽ മാങ്കൂട്ടത്തിലൊരു പ്രശ്നമാണ്, രാഹുൽ ഈശ്വരൻ ഒരു പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു പേരിലാണ് രാഹുൽ അങ്ങനെയാണ് ഒരുപക്ഷെ അദ്ദേഹം അറിയപ്പെട്ട് തുടങ്ങിയത്. ഒരുപക്ഷെ കുറച്ചു കാലം ബിഗ് ബോസിലൊക്കെ, ഏഷ്യാനെറ്റ് ബിഗ് ബോസിൽ ദിലീപിന്റെ കൂടെ ആയിരുന്നു. പിന്നെ ദിലീപിന് വേണ്ടി സംസാരിച്ചു. മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാർക്ക് വേണ്ടിയുള്ളൊരു കമ്മീഷന് വേണ്ടി ശക്തമായി ശബ്ദമുയർത്തുന്നു. ചിലർ പുരുഷു ഈശ്വർ എന്നും പറയാറുണ്ട്. അതെ. ഇതിന്റെ പുള്ളിയുടെ ആത്യന്തികമായ ലക്ഷ്യം പുള്ളിക്ക് നിയമസഭയിലേക്ക് മത്സരിക്കുക. കാരണം ജയിക്കണമെന്ന് താല്പര്യമില്ല. കാരണം വീണ ജോർജിനെതിരെ എന്ന് പറയുമ്പോൾ പുള്ളിയോട് പറഞ്ഞു കാണും പത്തനംതിട്ടയിൽ ഇനി നിൽക്കുന്നത് വീണ ജോർജ് ആണെന്ന്. കാരണം CPM അവരുടെ സ്ഥാനാർത്ഥികളായ ഇനി ആരൊക്കെയാണ് സിറ്റിംഗ് MLA ആരൊക്കെ നിൽക്കണം എന്ന് പോലും തീരുമാനിച്ചിട്ടില്ല. പക്ഷേ വീണ ജോർജ് ഇപ്പോൾ നിൽക്കുന്നു. എന്നാൽ ഇപ്പോൾ നിൽക്കുന്ന വീണ ജോർജിനെതിരെ പത്തനംതിട്ടയിൽ ഇനി അടുത്ത തവണ മത്സരിക്കാൻ താല്പര്യമുണ്ട്. അത് കോൺഗ്രസ് തന്നെ നിർത്തണം. എന്തായാലും കോൺഗ്രസിന് പത്തനംതിട്ട ഷുവർ സീറ്റ് അല്ല. ഈയിടെ കോൺഗ്രസിന്റെ ഒരു ബൈഠക്ക് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ മഞ്ചേരിയിൽ വെച്ച്, ദൃഷ്ടി ലക്ഷ്യ 2026. അപ്പോൾ അതിൽ അവർ പറയുന്നത് അവരുടെ 100% സീറ്റ്, 4 സീറ്റും കിട്ടുമെന്ന് അവർക്ക് പ്രതീക്ഷയുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. അപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ 4 സീറ്റും കിട്ടുമെന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് രാഹുൽ ഈശ്വറിന് ഒരു രാഷ്ട്രീയ മോഹം ഉദിച്ചത്. ആ 4-1 ഞാനായിരുന്നെങ്കിലോ എന്ന്. നമ്മുടെ ഷംസീറിനെ പോലുള്ള ഒരാളെ സ്പീക്കറായിട്ടും രാഹുൽ ഈശ്വറിനെ പോലുള്ള ഒരാളെ നമുക്ക് ഒരു മെമ്പറായിട്ടും കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിയമസഭ ഭയങ്കര ജോറായിരിക്കും. എന്തായാലും രാഹുൽ ഈശ്വർ കാരണം ഈ കിടന്ന് കാണിച്ച ബഹളം അത്രയും, കാരണം ജയിലിൽ പോയാലും കുഴപ്പമില്ല, എന്തെങ്കിലും വിഷയത്തിൽ പുള്ളി ജയിലിൽ പോകാണ്ട് കാത്തിരിക്കുന്നു. കാരണം ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചില ഗുണങ്ങളുണ്ട്. കാരണം 4 പേര് അറിഞ്ഞു. എന്നാൽ പിന്നെ കോൺഗ്രസ് എങ്കിൽ കോൺഗ്രസ്, എനിക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത വാക്ക് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാർട്ടി കോൺഗ്രസ് ആണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഈ കോൺഗ്രസിന്റെ CPM സീറ്റ് കൊടുത്താലും ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. അതെ, പുള്ളി ആദ്യം ഒരു ഓഫറും കിട്ടതാണ്. ഞാൻ മത്സരിക്കാൻ തയ്യാറാണ്. അപ്പം ഞാനിങ്ങനെ എന്നെ സമൂഹത്തിൽ ഇങ്ങനെ അപവാദങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു, നിരന്തരം എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ചാനൽ. പക്ഷേ ഈശ്വരരുവിൻ്റെ ഒരു പ്രശ്നം, നമ്മളെ ക്യൂബയെ പറ്റി ഒന്നും പറയരുതെന്ന് പറഞ്ഞ മാതിരി ശബരിമലയെ പറ്റിയിട്ട് ഒന്നും പറയരുത് എന്നാണ് പറയുന്നത്. ശബരിമലയെ പറ്റിയിട്ട്, അത് മുമ്പ് ശബരിമലയെ പറ്റിയിട്ട് വാദോരാതെ പ്രസംഗിച്ച ഒരാളാണ്. ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയെ പറ്റിയിട്ടും അദ്ദേഹത്തിൻ്റെ മച്ചമ്പിയായിട്ടുള്ള അവിടുത്തെ തന്ത്രി കണ്ഠരരുവിനെ പറ്റിയിട്ടൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഞാൻ ഈ നാട്ടുകാരനെ അല്ല, ഞാൻ മാവിലായിക്കാരനാണെന്നുള്ള രീതിയിലുള്ള ഒരു മുഖഭാവമാണ് അദ്ദേഹത്തിനുള്ളത്. എന്തായാലും രാഹുൽ ഈശ്വർ പിന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ കേരളം കാത്തിരിക്കുകയാണ്. കാരണം രാഹുൽ ഈശ്വറിൻ്റെ കാര്യം പറയുമ്പോൾ ഇനി അങ്ങോട്ട് നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചിട്ട് എന്ത് ചെയ്യാനെന്നുള്ള ചോദ്യം രാഹുൽ ഈശ്വരൻ അടുത്തറിയാവുന്ന ചിലരൊക്കെ ഉന്നയിക്കുന്നുണ്ട്. കാരണം രാഹുൽ ഈശ്വർ ആദ്യമായിട്ടൊരു ചാനലിലെ ആങ്കറായിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം ശബരിമല താഴമൺ കണ്ഠരര് പരമേശ്വരയുടെ കൊച്ചുമകനായി അറിയപ്പെട്ടു തുടങ്ങി. പക്ഷേ അടുത്ത തലമുറ ശബരിമലയിൽ കണ്ഠരര് രാജീവരുടെ മകനും മോഹനരുടെ മകനുമൊക്കെ, മഹേഷ് മോഹനരുമൊക്കെ ശബരിമലയിൽ തന്ത്രിമാരായി ചുമതലയേറ്റപ്പോൾ പിന്നെ രാഹുൽ ഈശ്വറിന് അവിടെ വലിയ പ്രസക്തി ഇല്ലാതായി. അങ്ങനെയെങ്കിൽ ശബരിമലയെ പുറത്തുനിന്ന് നിയന്ത്രിക്കാവുന്ന ഒരു വ്യക്തിത്വമായി മാറാം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടായിരിക്കാം പത്തനംതിട്ടയിൽ ഇപ്പോൾ. എന്തായാലും എപ്പോഴും ലൈം ലൈറ്റിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു മോഹമാണ്. അതിപ്പം ഗർഭം കലക്കിയിട്ടായാലും കുടുംബം കലക്കിയിട്ടായാലും എല്ലാം അദ്ദേഹം കേരള രാഷ്ട്രീയ നവസിൽ
ഒരു കോമാളിയായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അദ്ദേഹം ഒരു നല്ല എന്റർടൈനർ ആണെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമുക്ക് കൂടുതൽ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലോട്ട് കാണാം. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിനെ പറ്റിയിട്ട് പുള്ളിക്കാരൊന്നും പറയത്തില്ല എന്നുള്ള